മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര ആർലേക്കറും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച ഇന്ന് വൈകിട്ട് 3:30 രാജ്ഭവനിൽ വെച്ചാണ് കൂടിക്കാഴ്ച. സർവകലാശാല പ്രതിസന്ധി ചർച്ചയിൽ പ്രധാന വിഷയമാകും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷവും സിൻഡിക്കേറ്റ് യോഗം ഉടൻ വിളിച്ചു ചേർക്കേണ്ട എന്ന നിലപാടിലാണ് കേരള സർവകലാശാല വിസി. വിവരങ്ങളുമായി വിജിൻ ചേരുന്നുണ്ട്. വിജിൻ, മഞ്ഞുരുക്കാനുള്ള ഒരു ശ്രമമാണ് ഈ കൂടിക്കാഴ്ച എന്ന് വേണേ കരുതാൻ. അക്ഷയ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കുറെ കാലമായി കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും വലിയ പ്രതിസന്ധിയാണ് നിലവിലുള്ളത്. ആരോഗ്യ സർവകലാശാലയിൽ ഒഴിച്ച് മറ്റൊരു സർവകലാശാലയിൽ നിലവിൽ സ്ഥിര വൈസ് ചാൻസലർമാരില്ല. നിലവിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ വലിയ പ്രതിസന്ധി. വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലുമായി സിൻഡിക്കേറ്റ് നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യം ഒക്കെ നിലവിലുണ്ട്. അത് പരിഹരിക്കാൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ, ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു ശ്രമമൊക്കെ നടന്നിരുന്നെങ്കിലും പക്ഷേ അത് പൂർണ്ണമായും വിജയിച്ചിട്ടില്ല. ഇപ്പോഴും രജിസ്ട്രാറെ മാറ്റണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. ഒപ്പം തന്നെ ഡിജിറ്റൽ, അതുപോലെ തന്നെ KTU ടെക്നിക്കൽ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. അത് സർക്കാർ ലിസ്റ്റിൽ നിന്ന് തന്നെ വേണം എന്നുള്ളതാണ് കോടതി ഡിവിഷൻ ബെഞ്ചും ഒപ്പം തന്നെ സിംഗിൾ ബെഞ്ചും വിധിച്ചിട്ടുള്ളത്. ഗവർണറാണ് അപ്പീൽ നൽകിയിരുന്നത്. എന്തായാലും അതിൽ രാജ്ഭവന് തിരിച്ചടിയേക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ അക്കാര്യത്തിൽ ഒരു തീരുമാനവും സുപ്രീം കോടതിയിൽ പോകുന്നത് അടക്കമുള്ള തീരുമാനത്തിലേക്ക് ഗവർണർ പോയിട്ടില്ല. ഇപ്പോഴും നിയമവിദഗ്ധരുമായൊക്കെ ആലോചിക്കുന്നു എന്നൊക്കെ വ്യക്തമാക്കുകയാണ് രാജ്ഭവൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തത്. പക്ഷേ അക്കാര്യത്തിൽ ഒരു സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടതില്ല. സർക്കാർ നൽകിയ ലിസ്റ്റിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാം എന്നുള്ള ഒരു നീക്കത്തിലേക്ക്, എന്നുള്ളൊരു അഭിപ്രായത്തിലേക്കൊക്കെ രാജ്ഭവൻ എത്തിയെന്നും ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും 3 പേരടങ്ങുന്ന 2 ലിസ്റ്റാണ് KTUവിലും അതുപോലെ തന്നെ ഡിജിറ്റൽ സർവകലാശാലയിലേക്കും സർക്കാർ സമർപ്പിച്ചിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഒപ്പം തന്നെ IT വകുപ്പുമാണ് 2 ലിസ്റ്റുകൾ സമർപ്പിച്ചിട്ടുള്ളത്. ഡിജിറ്റൽ സർവകലാശാല IT വകുപ്പിന് കീഴിലാണ്. അതുകൊണ്ട് അവർ 2 വകുപ്പുകളാണ് ഇങ്ങനെ 2 ലിസ്റ്റുകൾ സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ എന്ത് തീരുമാനം ഗവർണർ എടുക്കും എന്നൊക്കെ നടക്കുന്ന ചർച്ചകൾക്കിടയിലാണ് മന്ത്രിമാർ ഒരുപക്ഷെ P രാജീവും ഒപ്പം തന്നെ ആർ ബിന്ദുവും രാജ്ഭവനിലെത്തി ഗവർണറുമായി ചർച്ച നടത്തും എന്നുള്ളതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഒരു ഇടപെടലിന് ഇപ്പോൾ മുതിർന്നിരിക്കുന്നു. അത്തരം ഒരു നടപടിയിലേക്ക് കടക്കുകയാണ്. രാജ്ഭവനുമായി കൂടുതൽ ഒരു സമവായത്തിലേക്ക് പോകാം എന്നുള്ള നിലപാടിലേക്ക് സർക്കാർ എത്തുകയാണ്. ഇക്കാര്യത്തിൽ എല്ലാ സർവകലാശാലകളിലും വലിയ ഭരണപ്രതിസന്ധി ഉൾപ്പെടെ നിലനിൽക്കുകയാണ്. വൈസ് ചാൻസലർമാർ തീരുമാനമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട സിൻഡിക്കേറ്റുമായ തർക്കം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മറ്റ് പുതിയ ഇടപെടലുകൾ ഒക്കെ നടക്കുന്നതിന് ഇടയിലാണ് ഇത്തരത്തിൽ ഒരു പ്രതിസന്ധിയായി വൈസ് ചാൻസലർമാരുടെ ഇടപെടൽ നിലനിൽക്കുന്നത്. അങ്ങനെ അത്തരം സാഹചര്യങ്ങൾ ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. 3:30 നിലവിൽ കൂടിക്കാഴ്ച പറഞ്ഞിരിക്കുന്നത്. സമയം 3:15 കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി രാജ്ഭവനിലേക്ക് എത്തും. ഏത് തരത്തിലുള്ള മഞ്ഞുരുകൽ ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും ഒരു കാവ്യവൽക്കരണം ഒപ്പം തന്നെ ഭാരതാംബ ചിത്ര വിവാദവും ഒക്കെ ആയി ബന്ധപ്പെട്ടാണ് രാജ്ഭവനും ഒപ്പം തന്നെ സർക്കാരുമായുള്ള നേരിട്ട് ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് മന്ത്രി P പ്രസാദ് ഭാരതാംബ ചിത്രം വെച്ച പരിപാടിയിൽ പങ്കെടുക്കില്ല, രാജ്ഭവനിലെ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചതുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങൾ ആരംഭിച്ചത്. അതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി രാജ്ഭവനിലെത്തി പരിപാടിക്ക് മുന്നിൽ ഭാരതാംബ ചിത്രം വെച്ചത് കണ്ടതിന് ശേഷം വിയോജിപ്പറിയിച്ച് ബഹിഷ്കരിച്ച് പുറത്തുവരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് കൂടുതൽ പ്രതിസന്ധിയാവുകയും കൂടുതൽ രൂക്ഷമായ ഇരു കൂട്ടരും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ മാറുകയും ഒക്കെയാണ് ചെയ്തത്. എന്തായാലും ഇന്നത്തെ ചർച്ചയിൽ ഏത് തരത്തിലുള്ള ഒരു അനുനയനം ഉണ്ടാകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. രണ്ടുപേരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നുള്ളതാണ്. എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രകോപനത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള നിലപാടാണ് നിലവിൽ സ്വീകരിച്ചത്. അതാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലുമായി സർക്കാർ തന്നെ ആശയവിനിമയം നടത്തുകയും ആർ ബിന്ദുവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തത്. അദ്ദേഹത്തിന് എതിരായ നിലപാട് മന്ത്രി ആർ ബിന്ദു തന്നെ കടുപ്പിച്ചിരുന്ന, നേരത്തെ കടുത്ത വിമർശനമായിരുന്നു ഉന്നയിച്ചിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി കുറയ്ക്കുന്ന നിലയിലേക്ക്, ഒന്ന് തണുത്ത നിലയിലേക്ക് മാറുകയായിരുന്നു മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവനകളൊക്കെ. എന്തായാലും അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ഇങ്ങോട്ട് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അക്ഷയ. ശരി.